Hello everyone. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ട്രയൽസ് ആൻഡ് ട്രയംസിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഇൻ ദ ആറ്റിക് ആണ് ബൈ വിവാദിസ്വ സ്പിൽമാൻ. ഇതൊരു റിയൽ ഇൻസിഡൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറി, അല്ലെങ്കിൽ നമ്മുടെ ഓതറിൻ്റെ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. വേൾഡ് വാർ സെക്കൻഡ് നടക്കുന്ന സമയത്ത് പോളണ്ടിലെ വാർസോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം. ഹിറ്റ്ലറിൻ്റെ നാസി പട്ടാളക്കാർ പോളണ്ടുമായിട്ട് യുദ്ധത്തിലാണ്. അവിടെയുള്ള ജൂതന്മാരായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. ഇങ്ങനെയിരിക്കെ നമ്മുടെ ജൂതനായിട്ടുള്ള ഓതർ ആ സമയത്ത് ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഫറിങ്സും ആ ഹൈഡിങ്ങിൽ അദ്ദേഹം അനുഭവപ്പെടുന്ന മെൻ്റലി ഫിസിക്കലി അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഇതൊക്കെയാണ് ഈ സ്റ്റോറിയിലൂടെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലേക്ക് പോവാം. വിവാദിസ്വ സ്പിൽമാൻ, പ്രൊനൗൺസ്ഡ് വിവാദിസ്വ സ്പിൽമാൻ. അദ്ദേഹത്തിൻ്റെ പേര് ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. 1911 to 2000 വാസ് എ പോളിഷ് പിയാനിസ്റ്റ് ആൻഡ് ക്ലാസിക്കൽ കമ്പോസർ. അദ്ദേഹം ഒരു പോളണ്ടുകാരനായിട്ടുള്ള പിയാനിസ്റ്റും ക്ലാസിക്കൽ കമ്പോസറുമാണ്. ഹിസ് മെമോയർ ദ പിയാനിസ്റ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1946. അദ്ദേഹത്തിൻ്റെ മെമ്മോയറായിട്ടുള്ള ഓർമ്മക്കുറിപ്പായിട്ടുള്ള ദ പിയാനിസ്റ്റ് പബ്ലിഷ്ഡ് ആയിട്ടുള്ളത് 1946 ദ ബുക്ക് വാസ് അഡാപ്റ്റഡ് ഇൻ എ ഫിലിം ബൈ റോമൻ പോളൻസ്കി ഇൻ 2002. 2002 റോമൻ പോളൻസ്കി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഈ ഒരു പുസ്തകം സിനിമയാക്കി മാറ്റിയിട്ടുണ്ട്. സ്പിൽമാൻ കമ്പോസ്ഡ് ഓവർ 500 വർക്ക്സ് ഇൻക്ലൂഡിംഗ് പിയാനോ പീസസ്, സോങ്സ് ആൻഡ് ഫിലിം സ്കോർസ്. സ്പിൽമാൻ 500-ലധികം വർക്കുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ പാട്ടുകൾ, അതേപോലെ തന്നെ പിയാനോ പീസസ് ആൻഡ് ഫിലിം സ്കോർസ് ഇതൊക്കെ ഉൾപ്പെടുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വരാം. ഇൻ ദ ആറ്റിക്. ആറ്റിക് എന്ന് പറഞ്ഞാൽ തട്ടൻപുറം, മച്ച് എന്നൊക്കെയാണ് അർത്ഥം. ഐ സ്ലംഡ് ഓൺ ദ ചെയർ ബൈ ദ ലാഡർ ഡോർ. ഐ സ്ലംഡ്, ഞാൻ ചാരിയിരുന്നു, ഓൺ ദ ചെയർ ബൈ ദ ലാഡർ ഡോർ. ലാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ റൂം. ഓക്കെ, ആ ഒരു സ്റ്റോർ റൂമിൻ്റെ വാതിലിനരികെ ഞാൻ ചാരിയിരിക്കുമായിരുന്നു, ടയേർഡായിട്ടിരിക്കുമായിരുന്നു. ഇറ്റ് വാസ് സം ടൈം ബിഫോർ ഐ സ്റ്റാമേർഡ് വിത്ത് ഡിഫിക്കൽട്ടി. സ്റ്റാമർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിക്കി സംസാരിക്കുക. ഓക്കെ, ഡിഫിക്കൽട്ടി ബുദ്ധിമുട്ടോട് കൂടിയിട്ട് വിക്കി സംസാരിക്കുന്നതിന് മുമ്പായിരുന്നു ഇങ്ങനെ ചാരിയിരുന്നത്. ഡു വാട്ട് യു ലൈക്ക് ടു മീ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എൻ്റെ അടുത്ത് ചെയ്തോളൂ. ഐ എം നോട്ട് മൂവിങ് ഫ്രം ഹിയർ. ഞാൻ ഇവിടെ നിന്ന് അനങ്ങാൻ വേണ്ടി പോകുന്നില്ല. നമ്മുടെ ഓതർ പറയാണ്, ഐ ഹാവ് നോ ഇൻറ്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു. എനിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാനുള്ള ഉദ്ദേശമില്ല. ദ ഓഫീസർ സെഡ്. ഓഫീസർ പറഞ്ഞു. അപ്പോൾ ഈ നമ്മുടെ ഓതർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓഫീസർ വരികയാണ്. അപ്പോൾ ഓഫീസറെ കണ്ടപ്പോഴാണ് നമ്മുടെ ഓതർ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തോളൂ, പക്ഷെ ഞാൻ ഇവിടുന്ന് അനങ്ങാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഓഫീസർ മറുപടി പറയുകയാണ്, എനിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാനുള്ള ഉദ്ദേശമില്ല. ഐ ഹാവ് നോ ഇൻറ്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു. ദെൻ ഹി ആസ്ക്ഡ് മീ വാട്ട് ഡു യു ഫോർ എ ലിവിങ്. അപ്പോൾ നമ്മുടെ ഓഫീസർ നമ്മുടെ ഓതറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഓക്കെ, ജീവിക്കാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് തൊഴിലാണ് ചെയ്യുന്നത്. ഐ എം എ പിയാനിസ്റ്റ്. ഞാനൊരു പിയാനിസ്റ്റാണ്. നമ്മുടെ ഓതർ മറുപടി പറയാണ്. ഹി ലുക്ക്ഡ് അറ്റ് മീ മോർ ക്ലോസ്ലി. അയാൾ എന്നെ കൂടുതൽ ഒന്ന് ആഴത്തിൽ നോക്കി, അല്ലെങ്കിൽ ഒന്ന് ഇരുത്തി നോക്കി. ദെൻ ഹിസ് ഗ്ലാൻസ് ഫെൽ ഓൺ ദ ഡോർ അറ്റ് ദ അതർ റൂം. അപ്പോൾ ഞാനിരിക്കുന്ന റൂമിൻ്റെ അപ്പുറത്തുള്ള റൂമിലേക്കായി അദ്ദേഹത്തിൻ്റെ നോട്ടം. ഗ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടം. An idea seemed to have struck him. അദ്ദേഹത്തിന് ഒരു ഐഡിയ വന്നതുപോലെ എനിക്ക് തോന്നി. ആ റൂമിലേക്ക് നോക്കിയപ്പോൾ എന്തോ ഒരു ഐഡിയ ആ വന്ന ഓഫീസറിന് ഉദിച്ചതുപോലെ എനിക്ക് തോന്നി. കം വിത്ത് മീ വിൽ യു. ഓഫീസർ നമ്മളുടെ ഓതറായിട്ടുള്ള സ്പിൽമാൻ്റെ അടുത്ത് പറയാണ്, എൻ്റെ കൂടെ വരൂ. വി വെൻറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് റൂം. എ പിയാനോ സ്റ്റുഡ് ബൈ ദ വാൾ. ഞങ്ങൾ ആ ഒരു അടുത്ത റൂമിലേക്ക്, അതായത് ഈ ഓഫീസർ നോക്കിയിട്ടുള്ള ആ ഒരു റൂമിലേക്ക് പോയി. അവിടെ എന്തുണ്ട്? പിയാനോ സ്റ്റുഡ് ബൈ ദ വാൾ. ആ ഒരു ചുമരിനടുത്തായിട്ട് പിയാനോ ഉണ്ട്. ദ ഓഫീസർ പോയിൻറ്റഡ് ടു ദി ഇൻസ്ട്രുമെൻറ്റ്. ഓഫീസർ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിലേക്ക് പോയിൻറ്റഡ്, ചൂണ്ടിക്കാട്ടി. ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ആ ഒരു പിയാനോയിലേക്ക് ചൂണ്ടിക്കാട്ടി. പ്ലേ സംതിങ്, എന്തെങ്കിലും വായിക്കൂ. ഐ ലുക്ക്ഡ് ഇൻക്വയറിംഗ്ലി അറ്റ് ഹിം ആൻഡ് ഡിഡ് നോട്ട് മൂവ്. ഞാൻ ഇൻക്വയറിംഗ്ലി, അതായത് എന്തോ അന്വേഷിക്കുന്നത് പോലെ, പരതുന്നത് പോലെ അയാളെ നോക്കി. ആൻഡ് ഡിഡ് നോട്ട് മൂവ്, എന്നിട്ട് അനങ്ങിയില്ല. ഹി ഒബ്വിയസ്ലി സെൻസ്ഡ് മൈ ഫിയേഴ്സ്. അദ്ദേഹത്തിന് എന്തായാലും എൻ്റെ ആ ഒരു പേടിയെ മനസ്സിലായിട്ടുണ്ടാവണം. സിൻസ് ഹി ആഡഡ് റീഅഷ്വറിംഗ്ലി. അതുകൊണ്ട് അദ്ദേഹം റീഅഷ്വറിംഗ്ലി കൂട്ടിച്ചേർത്തു. റീഅഷ്വറിംഗ്ലി പറഞ്ഞാൽ ഒന്നുകൂടെ ധൈര്യപ്പെടുത്താൻ വേണ്ടിയിട്ട്, വീണ്ടും ഉറപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ട്. ഇറ്റ്സ് ഓൾ റൈറ്റ്, യു ക്യാൻ പ്ലേ. കുഴപ്പമില്ല, സാരമില്ല, യു ക്യാൻ പ്ലേ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് വായിക്കാം. ഇഫ് എനി വൺ കംസ്, ആരെങ്കിലും വരികയാണെങ്കിൽ, യു ക്യാൻ ഹൈഡ് ഇൻ ദ ലാഡർ ആൻഡ് I'll say it was me trying the instrument out. ആരെങ്കിലും അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ലാഡർ നമ്മൾ പറഞ്ഞു ആ ഒരു സ്റ്റോർ റൂമിലേക്ക് പോയിട്ട് വിളിക്കാം. ആൻഡ് I'll say it was me trying the instrument out. ഞാനാണിത് വായിച്ചതെന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞോളാം.
When I placed my fingers on the keyboard, they shook. ഞാൻ എൻ്റെ വിരലുകൾ ആ കീബോർഡിൽ വെച്ചപ്പോൾ അത് അനങ്ങി. I hadn't practiced for 2.5 years. ഞാൻ 2.5 വർഷത്തോളമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. My fingers were stiff and covered with a thick layer of dirt. എൻ്റെ വിരലുകൾ വളരെ സ്റ്റിഫായിരുന്നു, കട്ടിയായിരുന്നു. അതേപോലെ അത് തിക്ക് ലെയർ, ഡേർട്ടായിട്ടുള്ള ഈ ചെളി അതിനെ കൊണ്ടൊക്കെ തിക്ക് ലെയർ, അത്തരത്തിലൊരു തിക്ക് ലെയർ എൻ്റെ വിരലുകളെ മൂടിയിട്ടുണ്ടായിരുന്നു, കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഹാഡ് നോട്ട് കട്ട് മൈ നെയിൽസ് ഫോർ സം വീക്സ്. ഞാൻ കുറച്ച് ആഴ്ചകളായിട്ട് എൻ്റെ വിരലുകളിലെ നഖങ്ങളും മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐ പ്ലേഡ് ചോപ്പിറ്റ്സ് നോക്ടേൺ ഇൻ സി ഷാർപ്പ് മൈനർ. അതൊരു നോട്ടാണ്, അതൊരു വായനാ രീതിയാണ് കേട്ടോ. അതാണ് ഞാൻ വായിച്ചത്. നോക്ടേൺ എന്ന് പറഞ്ഞാൽ നിശാഗീതം, വളരെ നിരാശ പൂർണ്ണമായിട്ടുള്ള ആ ഒരു പാട്ടാണ് ഞാൻ വായിച്ചത്. When I finished, ഞാൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ the silence seemed gloomy and eerie. ആ ഒരു നിശബ്ദത വളരെ ഗ്ലൂമി, മൂകതയും ആൻഡ് ഈറി, ഭയാനകവുമായിട്ട് തോന്നിപ്പിച്ചു. I heard a shout down below outside the building, a harsh, loud German noise. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ വെടിവെപ്പിൻ്റെ ഒക്കെ ഒച്ച കേട്ടു. ബിലോ ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്, ഈ ഒരു ബിൽഡിംഗ്, ഒളിച്ചിരിക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ ഇങ്ങനെ വെടിവെപ്പിൻ്റെ ഒക്കെ ഒച്ച കേട്ടു. a harsh, loud German noise, വളരെ ഒച്ചത്തിലുള്ള ജർമ്മൻ നോയ്സ്. The officer looked at me in silence. ആ ഒരു നിശബ്ദതയിൽ ഓഫീസർ എന്നെ നോക്കി. ആഫ്റ്റർ എ വൈൽ ഹി സൈഡ് ആൻഡ് മട്ടേഡ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സൈഡ്, ഒരു നെടുവീർപ്പിട്ടു, ആൻഡ് മട്ടേഡ്, എന്നിട്ട് ഇങ്ങനെ പിറുപിറുത്തു. ഓൾ ദ സെയിം, എല്ലാവരും ഒരുപോലെയാണ്. യു ഷുഡൻ സ്റ്റേ ഹിയർ, നിങ്ങളിവിടെ നിൽക്കണ്ട. ഐ വിൽ ടേക്ക് യു ഔട്ട് ഓഫ് ദ സിറ്റി, ഞാൻ നിങ്ങളെ സിറ്റിക്ക് പുറത്തേക്ക് കൊണ്ടുപോകാം. ടു എ വില്ലേജ്, ഒരു ഗ്രാമത്തിലേക്ക്. യു വിൽ ബി സേഫർ ദെയർ, നിങ്ങളവിടെ സേഫ് ആയിരിക്കും. ഐ ഷുക്ക് മൈ ഹെഡ്, ഞാൻ ഇല്ല എന്നർത്ഥത്തിൽ എൻ്റെ തലയാട്ടി. ഐ കാൺ ലീവ് ദിസ് പ്ലേസ്, എനിക്ക് ഈ ഒരു സ്ഥലം വിട്ടു പോവാൻ കഴിയില്ല. ഐ സെഡ് ഫേംലി, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. ഓൺലി നൗ ഡിഡ് ഹി സീം ടു അണ്ടർസ്റ്റാൻഡ് മൈ റിയൽ റീസൺ ഫോർ ഹൈഡിങ് എമംഗ് ദ റൂയിൻസ്. ഈ ഒരു റൂയിൻസ്, ഈ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ആ ഒരു ബിൽഡിങ്ങിനകത്ത് ഞാൻ ഒളിച്ചിരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. യു ആർ ജൂയിഷ്, ഹി ആസ്ക്ഡ്. നിങ്ങളൊരു ജൂതനാണോ, അദ്ദേഹം ചോദിച്ചു. യെസ്, ഞാൻ മറുപടി പറഞ്ഞു. യെസ്, വെൽ, ഹി മurmured. അപ്പം അദ്ദേഹം, ഓ അത് ശരി, അങ്ങനെയാണോ എന്നുള്ള രീതിയിൽ മന്ത്രിച്ചു. ഇൻ ദാറ്റ് കേസ് ഐ സീ യു റിയലി കാൺ ലീവ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സ്ഥലം വിട്ടു പോകാൻ കഴിയില്ല. വെർ ആർ യു ഹൈഡിങ്, നിങ്ങൾ എവിടെയാണ് വിളിക്കുന്നത്? ഇൻ ദ ആറ്റിക്, ആറ്റിക്കിലാണ്, ആ ഒരു തട്ടൻ പുറത്താണ്. ഹി ഇൻസ്പെക്റ്റഡ് ദ ആറ്റിക് ആൻഡ് ഡിസ്കവേർഡ് സംതിങ് ഐ ഹാഡ് നോട്ട് യെറ്റ് നോട്ടിസ്ഡ്. അദ്ദേഹം ആ ഒരു ആറ്റിക് ഇൻസ്പെക്ട് ചെയ്തു, പരിശോധിച്ചു. എന്നിട്ട് ഞാനിതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു കാര്യം അദ്ദേഹം അവിടെ കണ്ടെത്തി, ഡിസ്കവർ ചെയ്തു. എ ലോഫ്റ്റ് മെയ്ഡ് ഓഫ് ബോർഡ്സ് ഡയറക്റ്റ്ലി അബവ് ദ എൻട്രൻസ് ടു ദി ആറ്റിക്. ആ ഒരു ആറ്റിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ടുള്ള, എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ലോഫ്റ്റ് അവിടെ അദ്ദേഹം കണ്ടെത്തി. ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആറ്റിക് പോലെ തന്നെയാണ്, പക്ഷേ ആറ്റിക്കിനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് കിടക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്ഥലം. ഓക്കെ, ദ ഓഫീസർ സെഡ് ഹി തോട്ട് ഐ ഷുഡ് ഹൈഡ് ഇൻ ദിസ് ലോഫ്റ്റ്. അപ്പം ഈ ഓഫീസർ എൻ്റെ അടുത്ത് ആ ഒരു ലോഫ്റ്റിൽ കിടന്നോളാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഹി ആസ്ക്ഡ് ഇഫ് ഐ ഹാഡ് എനിത്തിങ് ടു ഈറ്റ്. എൻ്റെ കയ്യിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. നോ, ഐ സെഡ്. ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. വെൽ, നെവർ മൈൻഡ്, ഹി ആഡഡ് ഹാസ്ലി. ഓ അങ്ങനെയാണോ, അത് കുഴപ്പമില്ല. ഹി ആഡഡ് ഹാസ്ലി, അദ്ദേഹം ഉടനെ തന്നെ കൂട്ടിച്ചേർത്തു. ഐ ബ്രിങ് യു സം ഫുഡ്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഭക്ഷണം കൊണ്ടുതരാം. ഓൺലി നൗ ഡിഡ് ഐ വെഞ്ചർ എ ക്വസ്റ്റ്യൻ ഓഫ് മൈ ഓൺ. അപ്പോഴാണ് എനിക്ക് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായത്. വെഞ്ചർ എന്ന് പറഞ്ഞാൽ ധൈര്യപ്പെടുക. ആർ യു ജർമ്മൻ, നിങ്ങളൊരു ജർമ്മനാണോ? ഹി ഓൾമോസ്റ്റ് ഷൗട്ടഡ് ഹിസ് ആൻസർ ഇൻ അജിറ്റേഷൻ. അപ്പോൾ അദ്ദേഹം എനിക്ക് മറുപടി നൽകിയത് ഷൗട്ട് ചെയ്തിട്ടാണ്, ദേഷ്യപ്പെട്ടിട്ടാണ്. ഇൻ അജിറ്റേഷൻ, ഒരു അസ്വസ്ഥതയോട് കൂടിയിട്ടൊക്കെയാണ് മറുപടി നൽകിയത്. ആസ് ഇഫ് മൈ ക്വസ്റ്റ്യൻ ഹാഡ് ബീൻ എൻ ഇൻസൾട്ട്. എൻ്റെ ചോദ്യം ഒരു ഇൻസൾട്ട് ആയതുപോലെയാണ് അദ്ദേഹം എനിക്ക് മറുപടി നൽകിയത്. യെസ് ഐ ആം, അതെ ഞാൻ ജർമ്മനാണ്. ആൻഡ് അഷെയിംഡ് ഓഫ് ഇറ്റ്, അതിൽ ഞാൻ അപമാനം കൊള്ളുന്നു. ആഫ്റ്റർ എവറിത്തിങ് ദറ്റ്സ് ബീൻ ഹാപ്പനിങ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എനിക്ക് ഒരു ജർമ്മൻ ആണ് എന്ന് പറയുന്നതിൽ നാണക്കേട് തോന്നുന്നു. അബ്രപ്റ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോടും തന്നെ. സഡൻലി ഹി ഷുക്ക് ഹാൻഡ്സ് വിത്ത് മീ ആൻഡ് ലെഫ്റ്റ്. എനിക്ക് കൈ തന്നിട്ട് അദ്ദേഹം അവിടുന്ന് പോയി. 3 days passed before he reappeared. അപ്പിയർ ആവുക എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക, റീഅപ്പിയർ എന്ന് പറഞ്ഞാൽ വീണ്ടും പ്രത്യക്ഷപ്പെടുക. അപ്പം അദ്ദേഹം പോയി വരുന്നത്, അതായത് ആദ്യം പോയിട്ട് പിന്നീട് വരുന്നത് 3 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇറ്റ് വാസ് ഈവനിങ് ആൻഡ് പിച്ച് ഡാർക്ക് വെൻ ഐ ഹേർഡ് എ വിസ്പർ അണ്ടർ മൈ ലോഫ്റ്റ്. ഇറ്റ് വാസ് ഈവനിങ് ആൻഡ് പിച്ച് ഡാർക്ക്, അത് വളരെ ഇരുട്ടായിട്ടുള്ള ഒരു ഈവനിങ് ആയിരുന്നു. വെൻ ഐ ഹേർഡ് എ വിസ്പർ അണ്ടർ മൈ ലോഫ്റ്റ്, ഞാൻ എൻ്റെ ലോഫ്റ്റിന് താഴെയുള്ള ഒരു വിസ്പർ കേട്ടപ്പോൾ, വിസ്പർ എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുക, മർമറിങ്. ഹലോ, ആർ യു ദെയർ? ഹലോ, നിങ്ങളവിടെ ഉണ്ടോ?
യെസ് ഐ ആം ഹിയർ ഐ റിപ്ലൈഡ്. അതെ ഞാനിവിടെ ഉണ്ട്, ഞാൻ മറുപടി നൽകി. സൂൺ ആഫ്റ്റർ വേർഡ്സ് സംതിങ് ഹെവി ലാൻഡഡ് ബിസൈഡ് മീ. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഭാരമുള്ളത് എൻ്റെ അടുത്തേക്ക് ലാൻഡ് ചെയ്തു. ത്രൂ ദ പേപ്പർ ഐ ഫെൽറ്റ് സേവറൽ ലോവ്സ് ആൻഡ് സംതിങ് സോഫ്റ്റ്. ആ ഒരു പേപ്പറിൽ എന്തോ സേവറൽ ലോവ്സ്, ഒരുപാട് ബ്രെഡ് ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ആൻഡ് സംതിങ് സോഫ്റ്റ്, എന്തോ സോഫ്റ്റ് ആയിട്ടുള്ളതും അതിലുണ്ടെന്ന് എനിക്ക് തോന്നി. വിച്ച് ലേറ്റർ ടേൺ ഔട്ട് ടു ബി ജാം റാപ്ഡ് ഇൻ ഗ്രീസ് പ്രൂഫ് പേപ്പർ. പിന്നീട് ആദ്യം എനിക്ക് ആ സോഫ്റ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ എനിക്ക് മനസ്സിലായി അതൊരു ജാമാണ് എന്ന് മനസ്സിലായി. റാപ്ഡ് ഇൻ എ ഗ്രീസ് പ്രൂഫ് പേപ്പർ, അതൊരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞിട്ടുള്ള ജാമായിരുന്നു. ഐ ക്വിക്ലി പുട്ട് ദ പാക്കേജ് ടു വൺ സൈഡ് ആൻഡ് കോൾഡ്. വെയിറ്റ് എ മൊമെൻറ്റ്. ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു പാക്കേജ്, ബ്രെഡിൻ്റെ പാക്കേജ് ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് വിളിച്ചു പറഞ്ഞു, വെയിറ്റ് എ മൊമെൻറ്റ്, ഒരു നിമിഷം നിൽക്കൂ. ദ വോയിസ് ഇൻ ദ ഡാർക്ക് സൗണ്ടഡ് ഇംപേഷ്യൻറ്റ്. അപ്പം ആ ഇരുട്ടിൽ നിന്നുള്ള മറുപടി ക്ഷമയില്ലാത്ത രീതിയിലാണ്, ഇംപേഷ്യൻ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. വാട്ട് ഇസ് ഇറ്റ്, എന്താണത്? ഹരിയപ്പ്, വേഗം നോക്കൂ. ദ ഗാർഡ്സ് സോ മീ കം ഇൻ ഹിയർ. ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഗാർഡ്സ് കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ മസ്റ്റ് ഇൻ സ്റ്റേ ലോങ്. എനിക്ക് ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ കഴിയില്ല. ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്. നിങ്ങൾ കുറച്ച് ആഴ്ചകൾ കൂടെ ഇവിടെ നിൽക്കണം. ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിങ് അറ്റ് ദ ലേറ്റസ്റ്റ്. അപ്പം സ്പ്രിങ്, നമ്മുടെ സ്പ്രിങ് എന്ന് പറയുന്ന ഒരു ടൈമാണല്ലേ, അതൊരു കാലാവസ്ഥയാണ്. ആ ഒരു സ്പ്രിങ്ങിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് ഈ ഒരു വാറ് അവസാനിക്കുന്നതാണ്. സ്പ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസന്തം, ഒക്കെ പൂക്കളൊക്കെ പൂക്കുന്ന ഒരു ടൈം. ദ വോയിസ് ഫെൽ സൈലൻറ്റ്. ആ വോയിസ് പിന്നെ സൈലൻ്റ് ആയിട്ട് മാറി. പിന്നെ പ്രതികരണമൊന്നും കേട്ടില്ല. ഐ ഡിഡ് നോട്ട് നോ ഇഫ് ദ ഓഫീസർ വാസ് സ്റ്റിൽ ദെയർ ഓർ ഇഫ് ഹി ഹാഡ് ഗോൺ. ആ ഓഫീസർ ഇപ്പോഴും അവിടെ ഉണ്ടോ അതോ പോയോ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല. ബട്ട് സഡൻലി ഹി സ്പോക്ക് അഗെയിൻ. അപ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ വീണ്ടും സംസാരിച്ചു. യു മസ്റ്റ് ഹാങ് ഓൺ. നിങ്ങൾ എന്തായാലും അവിടെ തന്നെ നിൽക്കണം. ഡു യു ഹിയർ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഹിസ് വോയിസ് സൗണ്ടഡ് ഹാർഷ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദം ഹാർഷായിട്ടാണ് ഉണ്ടായത്. കനമേറിയ, ഗൗരവമേറിയ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഓൾമോസ്റ്റ് ആസ് ഇഫ് ഹി വർ ഗിവിങ് എൻ ഓർഡർ. അദ്ദേഹം ഒരു ഓർഡറൊക്കെ നൽകുന്ന പോലെയാണ് സംസാരിച്ചത്. കൺവിൻസിങ് മീ ഓഫ് ഹിസ് അൺയീൽഡിങ് ബിലീഫ് ദാറ്റ് ദ വാർ വുഡ് എൻഡ് വെൽ ഫോർ എസ്. നമ്മുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു വാർ അവസാനിക്കുമെന്നുള്ള ഒരു അൺയീൽഡിങ് ബിലീഫ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അൺയീൽഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിട്ടുകൊടുക്കാത്ത, ആ ഒരു ഉറച്ച ഒരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്നെ കൺവിൻസ് ചെയ്തു. ഓൺലി ദെൻ ഡിഡ് ഐ ഹിയർ ദ ക്വയറ്റ് സൗണ്ട് ഓഫ് ദ ആറ്റിക് ഡോർ ക്ലോസിങ്. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു ആറ്റിക് ഡോറ് അടയ്ക്കുന്ന ശബ്ദം കേട്ടത്. മൊണോട്ടനസ് ഹോപ്പ്ലെസ് വീക്സ് പാസ്ഡ് ബൈ. മൊണോട്ടനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെയുള്ള, ഏകാന്തമായിട്ടുള്ള. ഹോപ്പ്ലെസ് വീക്സ് പാസ്ഡ് ബൈ. ആ പ്രതീക്ഷകളില്ലാത്ത ഒരേപോലെയുള്ള ആഴ്ചകളൊക്കെ ഇങ്ങനെ കടന്നുപോയി. ഐ ഹേർഡ് ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയർ. അങ്ങനെ ആർട്ടിലറി ഫയറിൻ്റെ ശബ്ദങ്ങൾ, അതായത് പീരങ്കികളുടെയൊക്കെ ശബ്ദം, വെടിയൊച്ചകളൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് ഞാൻ കേട്ടു. There were days when not a single shot broke the silence. ഓക്കെ, അപ്പം തീരെ വെടിയൊച്ചകളില്ലാത്ത ദിവസങ്ങളും കടന്നുപോയി. അത്തരത്തിലുള്ള ദിവസങ്ങളും ഉണ്ടായിരുന്നു. Soldiers went up and down the stairs, often bringing large packages up to the attic and fetching others down. ഈ സോൾജേഴ്സൊക്കെ ഈ ഒരു ആറ്റിക്കുള്ള ആ ഒരു മുറിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരികയും പോവുകയും ഈ ലാർജ് പാക്കേജസ് ഒക്കെ അതിനകത്തേക്ക് വെക്കുകയും അതിന് പുറത്തോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു. ബട്ട് മൈ ഹൈഡിങ് പ്ലേസ് വാസ് വെൽ ചോസൺ. പക്ഷേ എൻ്റെ ഹൈഡിങ് പ്ലേസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നായിരുന്നു. നോ വൺ എവർ തോട്ട് ഓഫ് സെർച്ചിങ് ദ ലോഫ്റ്റ്. ആരും ഈ ഒരു ലോഫ്റ്റ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്തിക്കില്ല. അതുകൊണ്ട് ആറ്റിക്കിനേക്കാൾ എനിക്ക് സേഫാണ് ഈ ഒരു ലോഫ്റ്റ് എന്ന് പറയുന്നത്. ഓൺ ദ 12th ഡിസംബർ 12 ദ ഓഫീസർ കെയിം ഫോർ ദ ലാസ്റ്റ് ടൈം. ഈ ഓഫീസർ അവസാനമായിട്ട് ഒന്നുകൂടെ വരികയാണ്. ഹി ബ്രോട്ട് മീ എ ലാർജർ സപ്ലൈ ഓഫ് ബ്രെഡ് ദാൻ ബിഫോർ. അദ്ദേഹം മുന്നേ കൊണ്ടുവന്നതിനേക്കാൾ ഒരു വലിയ ബ്രെഡ്, ലാർജർ സപ്ലൈ ഓഫ് ബ്രെഡ് എനിക്ക് കൊണ്ടുവന്നു. ആൻഡ് എ വാം ഐഡർഡൗൺ എന്ന് പറഞ്ഞാൽ ഈ വാം മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട്, ചൂടുള്ള മെറ്റീരിയൽസ് ഒക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള, ഫെതേഴ്സൊക്കെ വെച്ച് ഉണ്ടാക്കിയ ഒരു തരം ബ്രെഡാണ്. അതും എനിക്ക് കൊണ്ടുതന്നു. ഹി ടോൾ മീ ഹി വാസ് ലീവിങ് വാർസോ വിത്ത് ഹിസ് ഡിറ്റാച്ച്മെൻറ്റ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹം ഈ ഒരു വാർസോ, അവിടെയാണ് യുദ്ധം നടക്കുന്നത് അല്ലേ, പോളണ്ടിലെ ആ വാർസോ എന്ന് പറയുന്ന സ്ഥലം വിട്ടു പോവുകയാണ് വിത്ത് ഹിസ് ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സോൾജേഴ്സിൻ്റെ കൂടെ. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സിനെയാണ് ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുക. ആൻഡ് ഐ മസ്റ്റ് ഓൺ നോ അക്കൗണ്ട് ലൂസ് ഹേർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രേസാണ്. അതായത് ഞാൻ എൻ്റെ ധൈര്യം കൈവിടരുത്, ഞാൻ കറേജ് ആയിട്ടിരിക്കണം എന്നുള്ള രീതിയിൽ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ധൈര്യം കൈവിടരുത്, നിങ്ങൾ നല്ല കറേജ് ആയിട്ടിരിക്കുക എന്നോട് അദ്ദേഹം പറഞ്ഞു. ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്, ഐ ആസ്ക്ഡ് ആങ്ഷ്യസ്ലി. പക്ഷേ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഫൈറ്റിങ്ങിനെയൊക്കെ സർവൈവ് ചെയ്യാമെന്ന് ഞാൻ അയാളുടെ അടുത്ത് ആങ്ഷ്യസ് ആയിട്ട് ചോദിച്ചു, ആകാംക്ഷയോട് കൂടിയിട്ട് ചോദിച്ചു. ഇഫ് യു ആൻഡ് ഐ ഹാവ് സർവൈവ് ദിസ് ഇൻഫെർനോ ഫോർ ഓവർ 5 years, നമ്മൾ 5 വർഷത്തോളമായിട്ട് ഈ ഒരു ഇൻഫെർനോ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഫെർനോ പറഞ്ഞാൽ ഒരു നരകം, ആ നരകതുല്യമായിട്ടുള്ള അവസ്ഥ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഹി റിപ്ലൈഡ്, അദ്ദേഹം മറുപടി പറഞ്ഞു,
ഇറ്റ്സ് ഒബ്വിയസ്ലി ഗോഡ്സ് വിൽ ഫോർ us to live. ഇത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വില്ലാണ്, നമ്മൾ ജീവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ താല്പര്യമാണ്. വി ഹാഡ് ഓൾറെഡി സെഡ് ഗുഡ് ബൈ, നമ്മൾ നേരത്തെ തന്നെ ഗുഡ് ബൈ പറഞ്ഞിരുന്നു. ആൻഡ് ഹി വാസ് എബൌട്ട് ടു ഗോ, അങ്ങനെ അദ്ദേഹം പോകാൻ വേണ്ടി തുടങ്ങുകയാണ്, ഈ ഒരു ഓഫീസർ പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. വെൻ an idea came to me at the last moment, ആ ഒരു അവസാന നിമിഷം, ലാസ്റ്റ് മൊമെൻറ്റിൽ എനിക്കൊരു ഐഡിയ വന്നു. ഐ ഹാഡ് ലോങ് ബീൻ റാക്കിംഗ് മൈ ബ്രെയിൻസ് ഫോർ സം വേ ഓഫ് ഷോയിങ് ഹിം മൈ ഗ്രാറ്റിറ്റ്യൂഡ്. റാക്ക് സമ്മോൺസ് ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ആ ഒരു രീതി, ഞാൻ എങ്ങനെയാണ് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ്, ഒരുപാട് കാര്യങ്ങൾ ഓഫീസർ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ, അപ്പം അതിനൊക്കെ ഞാൻ എങ്ങനെയാണ് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ടത് എന്നുള്ള ആ ഒരു രീതിയിൽ ഞാൻ നിൽക്കുമായിരുന്നു. അത് ആ ഒരു പ്രശ്നത്തിൽ സ്റ്റക്കായിരുന്നു എന്നർത്ഥം. ലിസൺ, ഒന്ന് കേൾക്കൂ. ഐ ടുക്ക് ഹിസ് ഹാൻഡ് ആൻഡ് ബിഗൻ സ്പീക്കിംഗ് ഏർജൻ്റ്ലി. ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിട്ട് വളരെ ഏർജൻ്റായിട്ട് സ്പീക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഐ നെവർ ടോൾഡ് യു മൈ നെയിം, ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ പേര് പറഞ്ഞിട്ടില്ല. യു ഡിഡ്ന്റ് ആസ്ക് മീ, നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുമില്ല. ബട്ട് ഐ വോണ്ട് യു ടു റിമെമ്പർ ഇറ്റ്, പക്ഷേ നിങ്ങളത് ഓർക്കണമെന്ന് എനിക്കുണ്ട്. ഹു നോസ് വാട്ട് മേ ഹാപ്പൻ, ആർക്കറിയാം എന്തൊക്കെ സംഭവിക്കുമെന്ന്. യു ഹാവ് എ ലോങ് വേ ടു ഗോ ഹോം, നിങ്ങൾക്ക് വീട്ടിലേക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്, ഒത്തിരി ദൂരം പോകാനുണ്ട്. ഇഫ് ഐ സർവൈവ്, ഞാനിത് അതിജീവിക്കുകയാണെങ്കിൽ ഐ വിൽ സെർട്ടൻലി ബി വർക്കിംഗ് ഫോർ പോളിഷ് റേഡിയോ അഗെയിൻ, ഞാൻ തീർച്ചയായിട്ടും പോളിഷ് റേഡിയോയിലാണ് വർക്ക് ചെയ്യുക. ഐ വാസ് ദർ ബിഫോർ ദ വാർ, ഞാൻ ഈ ഒരു യുദ്ധത്തിന് മുമ്പ് അവിടെയായിരുന്നു. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു യു, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു ദെൻ ഇൻ എനി വേ, ഏതെങ്കിലും രീതിയിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുകയാണെങ്കിൽ, റിമെമ്പർ മൈ നെയിം, നിങ്ങൾ എൻ്റെ പേര് ഓർക്കൂ, സ്പിൽമാൻ പോളിഷ് റേഡിയോ, ഇതാണ് എൻ്റെ പേര്. ഹി സ്മൈൽഡ് ഹിസ് യൂഷ്വൽ സ്മൈൽ, അദ്ദേഹം എന്നും ചിരിക്കുന്നത് പോലെയുള്ള ആ ഒരു യൂഷ്വൽ സ്മൈൽ എന്നും ചിരിച്ചു. ഹാഫ് ഷൈ ആൻഡ് എംബാരസ്ഡ്, പകുതി ഒരു നാണത്തോടു കൂടിയൊക്കെ, എംബാരസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയിം, അത് ഒരു നാണത്തോടു കൂടി ഷെയിമോട് കൂടിയൊക്കെ ചിരിക്കാം. ബട്ട് ഐ ഫെൽറ്റ് ഹാഡ് ഗിവൻ ഹിം പ്ലഷർ വിത്ത് മൈ നെയ്വ് വിഷ് ടു ഹെൽപ്പ് ഹിം. നെയ്വ് വിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്കമായിട്ടുള്ള കേട്ടോ, നെയ്വ് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്കമായ ആ ഒരു താല്പര്യം, നിഷ്കളങ്കമായിട്ടുള്ള എൻ്റെ അദ്ദേഹത്തെ സഹായിക്കാനുള്ള ആ ഒരു താല്പര്യം അദ്ദേഹത്തിന് എന്തോ ഒരു സന്തോഷം നൽകിയതുപോലെ എനിക്ക് തോന്നി. ദ ഫസ്റ്റ് ഹാർഡ് ഫ്രോസ്റ്റ് കെയിം ഇൻ ദ മിഡിൽ ഓഫ് ഡിസംബർ, അങ്ങനെ ഡിസംബറിൻ്റെ ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും ഫ്രോസ്റ്റ്, മഞ്ഞൊക്കെ വരാൻ തുടങ്ങി. ക്രിസ്മസ് കെയിം, അങ്ങനെ ക്രിസ്മസ് വന്നു. ആൻഡ് ദെൻ ദ ന്യൂ ഇയർ 1945, അങ്ങനെ പുതിയൊരു വർഷവും കടന്നു വന്നു. ദ 6th ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഓഫ് ദ വാർ ആൻഡ് ദ വേഴ്സ്റ്റ് ഐ ഹാഡ് നോൺ, അങ്ങനെ ഒരു 6ാമത്തെ ക്രിസ്മസ് ആണ് കേട്ടോ അത് വരുന്നത്. 6ാമത്തെ ക്രിസ്മസും അതേപോലെ തന്നെ ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ലേ ഇൻ ദ ഡാർക്ക്, ഞാൻ ആ ഒരു ഇരുട്ട് മൂടി കിടക്കുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ലിസണിങ് ടു ദ സ്റ്റോമി വിൻഡ്, ആ ഒരു സ്റ്റോമി വിൻഡിനെ ശ്രദ്ധിച്ചുകൊണ്ട്, സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്, അപ്പം അത്തരത്തിലുള്ള ഒരു വിൻഡ് പുറത്ത് വീശുന്നുണ്ട്. അപ്പം ഞാൻ അതിങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ കിടക്കുകയാണ്. ഐ ഹേർഡ് ദ സ്ക്വീക്കിംഗ് ആൻഡ് റെസ്ലിംഗ് ഓഫ് റാറ്റ്സ് ആൻഡ് മൈസ് റണ്ണിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ദി ആറ്റിക്. അപ്പം ഈ ഒരു ആറ്റിക്കിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന റാറ്റ്സിൻ്റെ സ്ക്വീക്കിങ്ങും റെസ്ലിങ്ങും ശ്രദ്ധിച്ച് കിടക്കുകയാണ്. റെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ എലികളൊക്കെ ഉണ്ടാക്കുന്ന ശബ്ദം ഉണ്ടാവല്ലോ, അതിനെയാണ് റെസ്ലിംഗ്, സ്ക്വീക്കിംഗ് എന്നൊക്കെ പറയുക. അപ്പം അത് ഞാൻ കേട്ടു. ഇൻ മൈ മൈൻഡ് ഐ വെൻറ്റ് ഓവർ എവറി ക്രിസ്മസ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ വാർ. എൻ്റെ മനസ്സിൽ ഈ യുദ്ധം നടക്കുന്നതിന് മുന്നേ ഉള്ള ക്രിസ്മസ് ആഘോഷങ്ങളും ഈ യുദ്ധം നടക്കുമ്പോൾ ഉള്ള ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മൈൻഡിൽ അതിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു. അറ്റ് ഫസ്റ്റ് ഐ ഹാഡ് എ ഹോം, എനിക്ക് ആദ്യം ഒരു വീടുണ്ടായിരുന്നു. പാരൻസ് ഉണ്ടായിരുന്നു. 2 sisters ആൻഡ് എ ബ്രദർ, 2 സിസ്റ്റേഴ്സും ഒരു സഹോദരനും ഉണ്ടായിരുന്നു. ദെൻ വി ഹാഡ് നോ ഹോം ഓഫ് അവർ ഓൺ എനിമോ, പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു. ബട്ട് വി വേർ ടുഗെദർ, എന്നാലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഓക്കെ, ആദ്യം എനിക്ക് വീടുണ്ടായിരുന്നു, പാരൻസ് ഉണ്ടായിരുന്നു, സിബ്ലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു, എന്നാലും ഞങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. ലേറ്റർ ഐ വാസ് അലോൺ, പിന്നീട് ഞാൻ ഒറ്റയ്ക്കായി. ബട്ട് സറൗണ്ടഡ് ബൈ അതർ പീപ്പിൾ, പക്ഷേ എന്നാലും എൻ്റെ ചുറ്റും ആളുകളുണ്ടായിരുന്നു. ആൻഡ് നൗ ഐ വാസ് ലോൺലിയർ, പക്ഷേ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. ആദ്യമൊക്കെ എൻ്റെ ചുറ്റും ആളുകളുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ ലോൺലിയർ ആണ്, എനിക്കിപ്പോൾ ചുറ്റും ആളുകളില്ല. ഐ സപ്പോസ്ഡ് ദാൻ എനിവൺ എൽസ് ഇൻ ദ വേൾഡ്, ഈ ഒരു ലോകത്ത് മറ്റാരെക്കാളും ഏകാന്തത അനുഭവിക്കുന്നത് ഞാനാണ്. ഐ ഹാഡ് ടു ബി അലോൺ, ഞാൻ ഒറ്റയ്ക്കാവേണ്ടതുണ്ട്, എൻറ്റയർലി അലോൺ, മുഴുവനായിട്ടും. ഇഫ് ഐ വാണ്ട് ടു ലീവ്, എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ മുഴുവനായിട്ടും ഒറ്റപ്പെടേണ്ടതുണ്ട്. ബിക്കോസ് ഐ എം എ ജൂയിഷ്, ഞാനൊരു ജൂതനാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻ ദ ആറ്റിക് എന്ന് പറയുന്ന സ്റ്റോറിയുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കഴിയാണ്. അടുത്ത പാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.